ഏവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എം ഷാജിദ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നല്ല നല്ല വീഡിയോകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മുടെ മക്കളിൽ ആത്മവിശ്വാസമുള്ളവരാക്കി അവരെ വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നാം ജീവിച്ചു വരുന്ന വിവര സാങ്കേതിക കാലഘട്ടത്തിൽ നൂതനമായ പുതിയ പുത്തൻ അറിവുകൾ നേടിവരുന്ന മക്കൾ ആത്മവിശ്വാസമില്ലാതെ ജീവിതത്തിൽ പരാജയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിവര സാങ്കേതികമായ രീതിയിൽ ഒരുപാട് വളർന്നിട്ടുണ്ടാകാം. പക്ഷെ നമ്മുടെ മക്കൾ പഴയ കാലഘട്ടങ്ങളിൽ നാം ഒക്കെ വളർന്നു വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ആത്മവിശ്വാസക്കുറവ് കാണിക്കുന്നു എന്നത് ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെടാൻ കാരണമാകാറുണ്ട്. SSLCയും +2 ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു പോകുന്ന മക്കളെ പറ്റി മാതാപിതാക്കന്മാർ പറയാറുണ്ട്. വിദ്യാഭ്യാസപരമായി വളരെയധികം അറിവുകൾ നേടുന്നു, പക്ഷേ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ അവർ ആത്മവിശ്വാസക്കുറവ് കാണിക്കുന്നു. ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. അത് വളരെ ചുറുചുറുക്കുള്ളവരാണ്, ഏവരോടും സംസാരിക്കുന്നവരാണ്. പക്ഷെ ഇപ്പോൾ അവർ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ കൊണ്ടു നടക്കുന്നതായി പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ അവർ ചുറുചുറുക്ക് കാണിക്കുന്നില്ല, അവർക്കൊരു ആത്മവിശ്വാസക്കുറവ് കാണിക്കുന്നു എന്നാണ്. ഈ വീഡിയോ കേൾക്കുന്ന പല മാതാപിതാക്കന്മാരുടെയും മനസ്സിന്റെ ഉള്ളിൽ എൻ്റെ മകനും അങ്ങനെ തന്നെയല്ലേ എന്ന ചോദ്യം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഇതിനൊരു പരിധിവരെ കാരണം ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിലെ മാതാപിതാക്കന്മാരാണ്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ആത്മവിശ്വാസമില്ലാത്തവരായി അല്ലെങ്കിൽ അവർ ആത്മവിശ്വാസമുള്ളവരായി വളരുന്നില്ല? അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ അവർ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? അവർക്ക് അറിവുണ്ട്, വിദ്യാഭ്യാസപരമായി ഏറ്റവും നല്ല ഉന്നത മാർക്ക് വാങ്ങിക്കൊണ്ട് സമൂഹത്തിന്റെ ബഹുമതികൾ നേടിയെടുക്കുമ്പോഴും അവർ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിടുന്ന സമയത്ത് പലപ്പോഴും പരാജിതരാകുന്നു, അവർ ഉൾവലിയുന്നവരായി മാറുന്നു. എന്തുകൊണ്ട് ഈ വിദ്യാഭ്യാസം മുഴുവനായി കിട്ടിയിട്ടും ഈ മക്കൾ ഈ സമൂഹത്തിൽ തനിക്കെതിരെ വരുന്ന പ്രതിസന്ധികളെ നേരിടാൻ കഴിയുന്നില്ല എന്നതിനെ കുറിച്ച് എല്ലാ മാതാപിതാക്കന്മാരും വ്യാകുലരാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു സഹപ്രവർത്തകയായ അഭിഭാഷക അവർ പറഞ്ഞു, അവരുടെ മകൻ +2 എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് വാങ്ങിക്കൊണ്ട് സ്കൂളിൻ്റെയും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ സകല ക്ലബ്ബുകളുടെയും ബഹുമതി വാങ്ങിക്കൊണ്ട് ആദരവേറ്റു വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്നവരാണ്. ആ കുട്ടിയോട് അമ്മ പറഞ്ഞു, തൻ്റെ വീടിന് തൊട്ടടുത്തുള്ള കടയിൽ പോയി അല്പം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം. ഒരു സാധനങ്ങൾ വാങ്ങുവാനുള്ള ലിസ്റ്റ് അവൻ്റെ കയ്യിൽ കൊടുത്തു. വെറും 5 മിനിറ്റ് മാത്രം പോയി വരാൻ സാധിക്കുന്ന ആ കടയിലേക്ക് പോയി അവൻ വന്നത് 1 മണിക്കൂർ കൊണ്ടാണ്. പക്ഷേ അവൻ്റെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ സാധനങ്ങളൊന്നും വാങ്ങാതെ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞയച്ച മകൻ തിരിച്ചു വന്നപ്പോൾ അമ്മ ചോദിച്ചത് എന്തുകൊണ്ട് സാധനങ്ങൾ കൊണ്ടുവന്നില്ല എന്നാണ്. മകൻ പറഞ്ഞ ഉത്തരം അമ്മയെ സ്തബ്ധയാക്കി എന്നാണ് എൻ്റെ സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞത്. അവർ പറഞ്ഞത്, മകൻ പറഞ്ഞു, ഒരുപാട് പേരവിടെയുണ്ട്, എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ മകനെ നോക്കി അമ്മ നെടുവീർപ്പെട്ടു എന്നാണ്. ഞാൻ പറഞ്ഞത് ഇന്നത്തെ എല്ലാ കുട്ടികളും ഇതുപോലെയാണ് എന്നല്ല, പക്ഷെ ഇതുപോലെ സംഭവിക്കുന്ന എത്രയോ മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമുക്കുണ്ട്, നമുക്കിടയിലുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്നു? എന്തുകൊണ്ട് അവർക്ക് സ്വയം പര്യാപ്തമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് അവരുടെ കഴിവുകളെ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല? അവരുടെ സ്വതന്ത്ര ചിന്തയിൽ പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ മാതാപിതാക്കന്മാർക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നിടത്ത് ഈ വീഡിയോ നിങ്ങൾ കാണുക. നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റണമെങ്കിൽ അവരെ അംഗീകരിക്കുക എന്നതാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു പരിധിവരെ അംഗീകരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുക. അതിനപ്പുറത്ത് നമ്മൾ അവർക്ക് ചെറിയ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുകയും അത് ചെയ്തു വരുന്ന സമയത്ത് നല്ല രീതിയിൽ ചെയ്തു തീർത്തുവെങ്കിൽ അവരെ അഭിനന്ദിക്കുവാൻ, നല്ല വാക്കു പറയാൻ മടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർ സ്വയം വളരട്ടെ, അവർ സ്വയം തിരിച്ചറിയട്ടെ പ്രായോഗികമായി എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്ന്. വെറും പുസ്തകപ്പുഴുക്കളായി വളർത്തുന്ന മക്കളെയല്ല നമുക്ക് വേണ്ടത്. പകരം സമൂഹത്തിൽ ഇടപഴകുന്ന, നല്ല സൗഹൃദങ്ങളിൽ നിന്നുകൊണ്ട് പുതിയ അറിവുകൾ നേടുന്ന, സ്വഭാവങ്ങൾ വൈകല്യമില്ലാതെ നല്ല സ്വഭാവത്തിനുടമകളായിട്ടുള്ള ഒരു നല്ല മക്കളെ നമുക്ക് വളർത്തിയെടുക്കണം. അതിനു വേണ്ടത് നമുക്ക് മറ്റൊന്നുമല്ല, അവരെ നാം അംഗീകരിക്കുക, അവരുടെ നല്ല പ്രവൃത്തികളിൽ അവരെ അനുമോദിക്കുക, ചെറിയ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നൽകുക. ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി തിരിച്ചു വരുന്ന ഓരോരുത്തരെയും അവരെ അനുമോദിക്കാൻ സാധിക്കണം. അത് അവരിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ ഉപകരിക്കപ്പെടും. എന്താണ് നാളെ ചെയ്യേണ്ടത് എന്ന് തൻ്റെ മുമ്പിലേക്ക്
കടന്നു വരുന്ന ഒരു പ്രതിസന്ധിയിൽ താൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു വിദ്യാർത്ഥി 100-ൽ 100 മാർക്കും വാങ്ങിയിട്ട് വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടിയെന്ന് പറയുന്നതിൽ എന്ത് ഗുണമാണ് മാതാപിതാക്കളായി നമ്മൾ അവർക്ക് നൽകിയത്? നാം അവർക്ക് നൽകേണ്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അവർ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അവരുടെ പ്രായോഗികമായ ബുദ്ധിയിലൂടെ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കണം എന്നുള്ളതാണ്. അതിനവരെ പ്രാപ്തനാക്കണമെങ്കിൽ അവർക്ക് അവസരങ്ങൾ നൽകണം. ഈ സമൂഹത്തിൽ ജീവിക്കുകയും ആ പ്രായോഗികമായ ജ്ഞാനം നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം. നമ്മെ സംബന്ധിച്ച് ഇന്നത്തെ മാതാപിതാക്കന്മാർ പഴയവരെ പോലെയല്ല. നമ്മുടെ ബാല്യകാലങ്ങളിൽ ഒരു കുടുംബത്തിൽ 5ഉം 6ഉം 7ഉം പേരുണ്ടായിരുന്ന കുട്ടികൾ ഉണ്ടായിരുന്ന കാലം നമ്മെ സംബന്ധിച്ച് വൈകാരികമായ അടുപ്പങ്ങൾ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അണുകുടുംബത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമുക്കുണ്ടാകുന്ന 1-2 മക്കളെ വൈകാരികമായി അടിമകളാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് നാം തിരിച്ചറിയണം. അതാണ് യഥാർത്ഥമായ വസ്തുത. നമ്മൾ അവരോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആകും തോറും അവർ ആത്മവിശ്വാസം കുറയുന്നവരായി മാറുന്നു. കാരണം അവരുടെ ഓരോ പ്രവർത്തികളിലും ചെയ്തു കൊടുക്കുന്നത് മാതാപിതാക്കന്മാരാണ്. തൻ്റെ മക്കൾ തന്നെ പോലെ വിഷമിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സദ്ബുദ്ധിയോടുകൂടി സച്ചിന്തയോടുകൂടി അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ ഉപകാരവും അവരുടെ ജീവിതത്തിൽ അവരെ പരാജിതരാക്കുമെന്ന് തിരിച്ചറിയേണ്ടുന്നത് മാതാപിതാക്കളാണ്. അവർ വളരട്ടെ. അവർ ഈ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കട്ടെ. അവരുടെ പ്രായോഗികമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രതിസന്ധികളെ നേരിടാൻ അവർ പഠിക്കട്ടെ. അവരുടെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവർ ഒന്ന് വീഴാൻ പോകുന്ന സമയത്ത് കൈപിടിക്കാനുള്ളവരായി മാത്രം മാതാപിതാക്കന്മാർ മാറണം. അവർക്ക് നേർവഴികൾ പറഞ്ഞു കൊടുക്കുകയും അതിലൂടെ പറഞ്ഞു വിടുവാനുള്ള ധൈര്യവും നമുക്കുണ്ടാകണം. അവർ സ്വയം കണ്ടെത്തട്ടെ, അവർ സ്വയം യാത്ര ചെയ്യട്ടെ, അവരുടെ സൗഹൃദങ്ങളെ അവർ തേടിയെടുക്കട്ടെ. സൗഹൃദങ്ങളിലൂടെ അതിനേക്കാൾ ഉപരി പുതിയ കാഴ്ചപ്പാടുകളുള്ളവരുമായി പരിചയപ്പെടുന്നതിലൂടെ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്ന ഓരോരുത്തരോടും ഇടപഴകുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രായോഗികമായ ജ്ഞാനം കൈവരിക്കുന്നതിലൂടെ അവർ നല്ല മക്കളായി വളരും. നാളെ ഏത് പ്രതിസന്ധിയിലും അവർ പിടിച്ചു നിൽക്കുകയും ഈ സമൂഹത്തിൽ നല്ല കുട്ടികളായി അതിൽ വിജയം കൈവരിക്കുവാനും അത്തരം അനുഭവങ്ങൾ അവരെ സഹായിക്കും. നമ്മുടെ മക്കൾക്ക് നൽകേണ്ടുന്ന സമ്പാദ്യം ഏറ്റവും നല്ല ആത്മവിശ്വാസമുള്ള മക്കളായി അവരെ വളർത്തുക. അവർ ഏത് പ്രതിസന്ധിയിലും അവർ വിജയം കൈവരിക്കുന്ന മക്കളായി മാറും. നല്ലവരായി സമൂഹത്തിൽ വളരും. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: അവരെ അംഗീകരിക്കുവാനും അവരുടെ പ്രവർത്തികളിൽ അനുമോദിക്കുവാനും നല്ല പ്രവർത്തികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്വങ്ങൾ നൽകുകയും ആ ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കുന്ന സമയത്ത് അവരെ അനുമോദിക്കാൻ മടിക്കാതിരിക്കുകയും ചെയ്യുക. അവർ വളരട്ടെ, ആത്മവിശ്വാസമുള്ളവരായി തീരട്ടെ. അവർ വിജയം ജീവിതത്തിൽ നേടും എന്നത് സുനിശ്ചിതമാണ്. നന്ദി, നമസ്കാരം.